മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ ഈ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 29-ാമത്തെ വാക്യം, സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 29. ഈശോനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവിന്റെ ഉയർപ്പിന് ശേഷം മാളികമുറിയിൽ കൂടിയിരുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരോടുകൂടി ഇല്ലായിരുന്നു. അവർ ഈശോയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. 8 ദിവസങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമസും അവിടെ ഉണ്ടായിരുന്നു. ഈശോ തോമസിനോട് തന്റെ കൈകളെ കാണുക, കൈനീട്ടി വിലാപ്പുറത്തിടുക എന്ന് പറഞ്ഞു. തോമസ് ഈശോയെ കർത്താവും ദൈവമേ എന്ന് വിളിച്ച് ആരാധിച്ചു. തോമസ് സംശയം പറഞ്ഞപ്പോൾ ഈശോ അത് കേൾക്കുവാൻ തക്കവണ്ണം അവരോടുകൂടി ഉണ്ടായിരുന്നു. ബാഹ്യ നയനങ്ങൾ കൊണ്ട് കാണത്തക്ക വിധത്തിൽ ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമല്ല, കാണുവാൻ സാധിക്കാതിരുന്നപ്പോഴും ഈശോ അവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തോമാസ് ലീഗ അവിശ്വസിച്ച് സംസാരിച്ചത് പൂർണ്ണമായും ഈശോ കേട്ട് മനസ്സിലാക്കി. നാം ബാഹ്യ നയനങ്ങൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും ഈശോയ്ക്ക് നമ്മെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഈശോ എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. നമ്മുടെ ആത്മീയ വികാരങ്ങൾ ഈശോയുടെ സാന്നിധ്യത്തിനുള്ള അളവുകോലല്ല. നാം ആത്മീയ പ്രചോദനം അനുഭവിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്തും ഈശോ നമ്മോടുകൂടിയുണ്ട്. താൻ സമീപസ്ഥനായിരിക്കുന്നു എന്നത് അതിൽ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. നാം ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുമ്പോഴും താൻ സമീപത്തുണ്ടെന്നത് ഒരു വാസ്തവമാണ്. അപ്രകാരം വിശ്വസിക്കുന്ന ക്രൈസ്തവൻ ഒരിക്കലും വിശ്വാസത്തിൽ തകർന്നു പോവുകയില്ല. ഈ വിശ്വാസത്തോടുകൂടി എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ താൻ നിശ്ചയമായും കേൾക്കും. ഈ ഭാഗം വായിക്കുന്നത് കണ്ടുകൊണ്ട് ഈശോ നമ്മുടെ സമീപത്തുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ട് എന്നെ കേട്ടുകൊണ്ട് എന്റെ ഈശോ എന്റെ കൂടെയുണ്ട്. നമ്മുടെ വികാരം ഈശോയുടെ സാന്നിധ്യത്തിന്റെ അളവുകോലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.